ആ കേരളത്തെ വെളിച്ചത്തിലേക്ക് നയിച്ചു. കൊച്ചിയുടെ മൺ പവർ ഹൈവേ അപ്രായോഗികമെന്ന് ഉമ്മൻചാണ്ടി വിധി എഴുതിയ ഫയൽ പൊടി തട്ടിയെടുത്തു. അസാധ്യമെന്ന് കരുതിയത് ഇച്ഛാശക്തി കൊണ്ട് സാധ്യമാക്കി. കൂടംകുളത്ത് നിന്ന് വൈദ്യുതി എത്തുന്നു. ഒട്ടേറെ ജലവൈദ്യുത പദ്ധതികൾ പുതുതായി ആരംഭിച്ചു. നമ്മളിപ്പോ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത ഒരു നാടായി നിൽക്കുന്നു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലോ മണിക്കൂറുകൾ കണക്കിനാണ് പവർ കട്ട് ലോഡ് ഷെഡിങ്. അതാണ് കേരളത്തിന്റെ മാറ്റം. അസാധ്യമെന്ന് കരുതിയ എത്രയോ പദ്ധതികൾ ദേശീയപാതാ വികസനം ഇപ്പൊ നടക്കല്ലേ പൊന്നാനിയിലൂടെ. ആ ഫയൽ അടച്ചതല്ലേ ഉമ്മൻചാണ്ടി. കേരളത്തിൽ ദേശീയപാതാ വികസനം പ്രായോഗികമല്ല എന്ന് തീർപ്പ് കൽപ്പിച്ചതല്ലേ. അങ്ങനെ തീർപ്പ് കൽപ്പിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ദേശീയപാതാ വികസനത്തിന് വേണ്ടി തുറന്ന ഓഫീസ് അടച്ചുപൂട്ടി. ഉദ്യോഗസ്ഥന്മാർ മടങ്ങി. അപ്പോഴാണ് ഗവൺമെന്റ് മാറിയത്. നമ്മുടെ ഗവൺമെന്റ് ഒരു വെല്ലുവിളിയാതെ അത് ഏറ്റെടുത്തു. മുഖ്യമന്ത്രി നേരിട്ട് നിരന്തരം ഡൽഹിയിൽ പോയി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയുമായി സമ്മർദ്ദം ചെലുത്തി വാശി പിടിച്ച് സമരം ചെയ്ത് കേരളത്തിന്റെ അവകാശം നേടിയെടുത്തു. അടുത്ത വർഷം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കേരളത്തിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ 2 സർവീസ് റോഡുകൾ കൂടി ചേരുമ്പോൾ 8 വരി പാത. കേരളത്തിന്റെ യാത്രാ സങ്കല്പങ്ങളിൽ വിപ്ലവകരമായ കുതിച്ചുചാട്ടമുണ്ടാകുന്ന മഹത്തായ മാറ്റം. മലയോര പാത, തീരദേശ പാത, ഇതെല്ലാം പുരോഗമിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിൽ ഇപ്പോ 10,000 വരുന്ന യാത്രക്കാരുമായി സർവീസ് തുടർന്നുകൊണ്ടേയിരിക്കുക. വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ഗെയിൽ പൈപ്പ് ലൈൻ, വിഴിഞ്ഞം പോർട്ട് കേരളത്തെ ലോകത്തിന്റെ മുൻപിൽ അടയാളപ്പെടുത്തുന്ന പദ്ധതികളാണ്. കെ ഫോൺ പൂർണ്ണമായിട്ടില്ല. പക്ഷേ കേരളത്തിൽ 20 ലക്ഷം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ടാണ് കൊടുക്കുക. അത് കൊടുത്തു വരികയാണ്. അത് പൂർത്തിയാവാൻ കുറച്ച് സമയം കൂടി എടുക്കും. ഇങ്ങനെ കേരളം മാറുകയാണ്. ഇത്തരത്തിലുള്ള വൻതോതിലുള്ള മാറ്റം. ഒപ്പം തലചായ്ക്കാൻ ഒരിടമില്ലാത്ത, വീടില്ലാത്ത പട്ടിണിപ്പാവങ്ങളായ സാധാരണക്കാർ. അതിനാണ് ലൈഫ് പദ്ധതി. 5 ലക്ഷം വീട് 2-3 മാസം കൂടി കഴിയുമ്പോഴേക്ക് 5 ലക്ഷം തികയും. നമ്മുടെ ഗവൺമെന്റ് ഇതിനോടകം നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ എണ്ണം ഒരു സർവ്വലോക റെക്കോർഡാണ്. അപ്പോ ഏറ്റവും സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നേരിട്ടവന് സഹായിക്കുന്ന, പിന്തുണയ്ക്കുന്ന, ആനുകൂല്യം നൽകുന്ന പദ്ധതി മുതൽ ലോകത്തിന്റെ മുന്നിൽ കേരളത്തിന് പുതിയ മുഖം നൽകുന്ന വൻകിട പ്രൊജക്ടുകൾ വരെ കേരളത്തിൽ വിസ്മയം തീർത്തുകൊണ്ട് മുൻപോട്ട് പോകുന്നു. അതാണ് നമ്മുടെ ഗവൺമെന്റിന് ജനങ്ങളുടെ ഇടയിലുള്ള അംഗീകാരം കൂടുതൽ ദൃഢപ്പെടുത്തിയത്. കടുത്ത അപവാദ പ്രചരണങ്ങളിലൂടെ, തെറ്റായ പ്രചാരവേലയിലൂടെ എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളും കൈകോർത്തു പിടിച്ച് നമുക്കെതിരായ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഉണ്ട്, RSS ഉണ്ട്. RSSന്റെ 1000 അവാന്തര വിഭാഗങ്ങളുണ്ട്. ഈ പ്രതിലോമകാരികളോടൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളുണ്ട്. ഇവരെല്ലാം നമുക്കെതിരായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക. എന്തിന്? ഇടതുപക്ഷം ഈ നാടിനോട് എന്ത് തെറ്റ് ചെയ്തു? നമ്മുടെ ഗവൺമെന്റുകളല്ലേ, നമ്മുടെ ഗവൺമെന്റുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പാർട്ടിയല്ലേ കേരളത്തിലെ മഹത്തായ മുന്നേറ്റത്തിന് നിദാനമായ ചരിത്ര തീരുമാനങ്ങൾ ഓരോന്നും കൈക്കൊണ്ടത്? ഇന്നലകളിലെ കേരളം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ആ കേരളം എങ്ങനെ ആധുനിക കേരളമായി മാറി? കേരളത്തിന്റെ വളർച്ചയിലെ ഓരോ നാഴികക്കല്ലും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ തീരുമാനങ്ങളുടെ ഭാഗമായി കൂടി രൂപപ്പെട്ടു വന്നതാണ്. നമ്മുടെ സമരങ്ങൾ, നമുക്ക് ഭരണത്തിൽ പങ്കാളിത്തം കിട്ടിയ സന്ദർഭങ്ങളിൽ നാം മാതൃകാപരമായി കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ, അതിന്റെ ഭാഗമായാണ് കേരളം മാറിയത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഒരു പിടി മണ്ണ് സ്വന്തമായിട്ടില്ലാതിരുന്ന നിസ്വവർഗത്തിന് ഭൂപരിഷ്കരണത്തെ തുടർന്ന്, കുടിയിറക്കൽ നിരോധന നിയമത്തെ തുടർന്ന് കൈവന്ന സാമൂഹിക സുരക്ഷിതത്വം അത് ചെറിയൊരു കാര്യമാണ്. കേരളത്തിലെ യാചക തുല്യമായ ജീവിതം നയിച്ചിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് അവകാശബോധം പകർന്നു നൽകി, അവരെ മണ്ണിന്റെ ഉടമകളാക്കി, അവരെ അഭിമാനത്തോടെ ജീവിക്കാൻ പ്രാപ്തരാക്കി മാറ്റിയത് നമ്മുടെ പ്രസ്ഥാനമാണ്, നമ്മുടെ ഗവൺമെന്റാണ്. രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഭൂമിക്കുമേൽ പതിത ജനതയ്ക്ക് അവകാശം പതിച്ചു നൽകിയ ഗവൺമെന്റ് 1957 EMSന്റെ ഗവൺമെന്റ് ആയിരുന്നു. അവിടെ നിന്ന് ആരംഭിക്കുന്നു ആധുനിക കേരളത്തിന്റെ യാത്ര. പിന്നെയും സുപ്രധാനമായ എത്രയെത്ര തീരുമാനങ്ങൾ കൈക്കൊണ്ടു. പണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ കുടുംബങ്ങളിലെ കുട്ടികൾ 4ാം ക്ലാസ് വരെയല്ലേ പഠിക്കുമായിരുന്നുള്ളൂ. ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ PK ശാരംഗവാണിയുടെ ഒരു ആത്മകഥയുണ്ട്. ശാരംഗവാണി എന്ന് പറഞ്ഞാൽ പേരുകൊണ്ടൊരു പക്ഷേ എല്ലാവരും തിരിച്ചറിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ ഒരു കാലത്ത് മലയാള ചലച്ചിത്രവേദിയെ പുളകം കൊള്ളിച്ച വടക്കൻ പാട്ട് സിനിമകളുണ്ട്. അതൊരു പക്ഷേ ഒരു നിശ്ചിത പ്രായത്തിന് മുകളിലുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും. പുതിയ തലമുറയ്ക്ക് അത്ര അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഉണ്ണിയാർച്ചയും തുമ്പോലാർച്ചയും പാലാട്ടു കുഞ്ഞിക്കണ്ണനും കടത്തനാടൻ അമ്പാടി വരെ 32 വടക്കൻ പാട്ട് സിനിമകളുടെ തിരക്കഥ എഴുതിയ ആളുടെ പേരാണ് ശാരംഗവാണി. ഒന്നുകൂടി കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ഇന്നും
നമ്മുടെ വേദികളിൽ കടലിരമ്പമായി മുഴങ്ങുന്ന ആവേശത്തിന്റെ സാന്നിധ്യം വിപ്ലവ ഗായിക PK മേദിനി റെഡ് സല്യൂട്ട് എന്ന് ആരംഭിക്കുന്ന അനശ്വര വിപ്ലവഗാനത്തിന് മാസ്മരിക ശബ്ദം നൽകിയ അനുഗ്രഹീതയായ ഗായിക. ആ PK മേദിനിയുടെ സഹോദരനാണ് PK ശാരംഗപാണി. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ഒരു വാചകം ഇങ്ങനെയാണ്: 5ാം ക്ലാസ്സിലേക്ക് ജയിച്ചതിനു ശേഷം എനിക്ക് പഠനം തുടരാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം അദ്ദേഹം പറയുന്നു, അക്കാലത്ത് 5ാം ക്ലാസ്സിലേക്ക് ജയിച്ചു കഴിഞ്ഞാൽ മാസം 2 രൂപ വീതം ഫീസ് കൊടുക്കണമായിരുന്നു. മാസം 2 രൂപ ഫീസ് കൊടുക്കാനുള്ള ശേഷി അന്ന് ചുരുക്കം കുടുംബങ്ങൾക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പഠനം തുടരാൻ കഴിഞ്ഞില്ല. അന്നത്തെ 2 രൂപയാണ്. അത് ഇന്നത്തെ എത്ര ആയിരം രൂപയായിരിക്കും നമുക്ക് സങ്കല്പിക്കാൻ പ്രയാസമാണ്. അപ്പോ 5ാം ക്ലാസ് മുതൽ പ്രതിമാസ ഫീസ് വേണമായിരുന്നു ഈ കേരളത്തിൽ. മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ആ ഫീസ് അടയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ടോ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾ 4ാം ക്ലാസ് വരെ മാത്രമേ പഠിക്കുമായിരുന്നുള്ളൂ ഈ കേരളത്തിൽ. അതിന്റെ ഒരു ഇരയാണ് ശാരംഗപാണി. നമ്മളൊന്ന് ആലോചിക്കണം. 4 വരെ പഠിച്ച ശാരംഗപാണി ഒരു കാലത്ത് മലയാള ചലച്ചിത്രവേദിയെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടി. അപ്പൊ അദ്ദേഹത്തിന് കുറെ കൂടി പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലോ ഇത്രമാത്രം ഉയർന്ന നിലയിലേക്ക് ഒരു പക്ഷെ അദ്ദേഹം വളരുമായിരുന്നില്ല എന്നാരു കണ്ടു? അതാണ് ചരിത്രം. ആ ഒരു ചരിത്രമുള്ള ഈ കേരളത്തിൽ 1987 EMS ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത നമ്മുടെ നാട് ആദരവോടുകൂടി കാണുന്ന പ്രശസ്തനായ നിരൂപകൻ കൂടിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി, അദ്ദേഹമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ആ ഗവൺമെന്റാണ് 7ാം തരം വരെ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്ന ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടത്. ആ തീരുമാനത്തിന്റെ പിൻബലത്തിലാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ 5ാം തരത്തിലേക്ക് പോകാൻ തുടങ്ങി. 6ലേക്ക് വിജയിച്ചു, 7ൽ പഠിക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. 1989 വിമോചന സമരം. പിന്നെ ഒരു ദശാബ്ദം കഴിഞ്ഞു. 67 വീണ്ടും EMS മുഖ്യമന്ത്രിയായി. വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്ന ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് 10ാം ക്ലാസ് വരെ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്ന ചരിത്ര പ്രസിദ്ധമായ തീരുമാനം കൈക്കൊണ്ടത്. കേരളത്തിലെ സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി ചരിത്രത്തിൽ ആദ്യമായി 10ാം ക്ലാസ് പാസ്സായത് 67 EMS ഗവൺമെന്റിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഈ തീരുമാനത്തിന്റെ ഭാഗമായാണ് നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതി. അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി, അവർ തുടർന്ന് പഠിച്ചു. അങ്ങനെ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിലാളിയുടെ വീട്ടിൽ നിന്ന്, സാധാരണക്കാരന്റെ വീട്ടിൽ നിന്ന്, കർഷക തൊഴിലാളിയുടെ വീട്ടിൽ നിന്നൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടിയ കുട്ടികളുണ്ടായി. അവർ മത്സര പരീക്ഷകൾ എഴുതി പാസ്സായി. അവരിൽ ചിലർ അധ്യാപകരായി, കുറച്ചുപേർ ഡോക്ടർമാരായി, എഞ്ചിനീയർമാരായി, ചില ആളുകൾ കളക്ടർമാരായി, വിവിധ ഉദ്യോഗസ്ഥന്മാരായി. ഇന്ത്യയിൽ ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് അധ്യാപകരും കളക്ടറും എഞ്ചിനീയറും ഡോക്ടറുമെല്ലാം ആകുന്നത് ഈ കൊച്ചു കേരളത്തിൽ മാത്രമുള്ള ഒരു അത്ഭുതമാണ് എന്ന് നിങ്ങൾ കണ്ടോളണം. ആ അത്ഭുതം യാഥാർത്ഥ്യമാക്കിയ പാർട്ടിയുടെ പേരാണ് CPIM എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും. ഇന്നും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സ്ഥിതി എന്താണ്? എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട്. പോഷകാഹാരക്കുറവ് കൊണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നില്ലേ? അമ്മമാരുടെ പോഷകാഹാരക്കുറവ് കൊണ്ട് കുഞ്ഞു ജനിക്കുമ്പോഴേ കുഞ്ഞു മരിക്കുന്നു, അമ്മ മരിക്കുന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മരണത്തിന് വേണ്ടി മാത്രമുള്ള പിറവികൾ നടക്കുന്ന നാടായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പോഴും മനുഷ്യർ വൻകിട ജന്മിമാരുടെ കാൽക്കീഴിലെ പുഴുക്കളെ പോലെ നരക ജീവിതം നയിക്കുമ്പോൾ ജീവിത നിലവാര സൂചികയുടെ കാര്യത്തിൽ ഈ കൊച്ചു കേരളം അമേരിക്കയുമായി മത്സരിക്കുന്നു, ജപ്പാനുമായി, ഓസ്ട്രേലിയയുമായി, ബ്രിട്ടനുമായി മത്സരിക്കുന്നു. ലോകമാധ്യമങ്ങൾ, ലോകത്തിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ, സാമ്പത്തിക ചിന്തകന്മാർ കേരളത്തെ അത്ഭുതത്തോടു കൂടി കാണുന്നു. ഇതൊന്നൊരത്ഭുതം. ഒരു 3ാം ലോക ദരിദ്ര രാജ്യത്തിലെ ഒരു കൊച്ചു സംസ്ഥാനം ജീവിത നിലവാരത്തിന്റെ വിവിധ സൂചികകൾ വെച്ച് വികസിത മുതലാളിത്ത രാജ്യങ്ങളോട് മത്സരിക്കുന്നു. മലയാളിയെ അതിന് പ്രാപ്തനാക്കിയത് ഈ മഹാപ്രസ്ഥാനമാണ്. നമ്മുടെ പാർട്ടി, നമ്മുടെ ഗവൺമെന്റ് കൈക്കൊണ്ട തീരുമാനങ്ങളുടെ, ഇച്ഛാശക്തിയുള്ള നിലപാടുകളുടെ ഭാഗമായി ഈ കേരളം മാറി. 80-ൽ നായനാരുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴല്ലേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് വരെ പെൻഷൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം മറ്റൊന്നായിരുന്നു. സർക്കാർ ഉദ്യോഗമുള്ളവർ ഒരു നിശ്ചിത വയസ്സിൽ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ പിന്നെ മരണം വരെ അവരുടെ സേവനത്തെ മതിച്ചുകൊണ്ട് സർക്കാർ ഒരു നിശ്ചിത തുക മാസം തോറും കൊടുക്കും. അതാണ് പെൻഷൻ എന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം കിട്ടുന്ന വേതനമാണ് പെൻഷൻ. അതായിരുന്നു പെൻഷന്റെ അർത്ഥം. ആ വാക്കിന്റെ അർത്ഥം
80-ലെ നായനാർ ഗവൺമെന്റാണ് മാറ്റിക്കുറിച്ചത്. എന്തായി? കർഷക തൊഴിലാളി പെൻഷൻ അർഹനാണ്. ആരോഗ്യമുള്ള ജീവിതകാലം മുഴുവൻ അന്യന്റെ പാടശേഖരങ്ങളിൽ, പണിയിടങ്ങളിൽ തന്റെ വിയർപ്പൊഴുക്കിയവൻ ജീവിത സായാഹ്നത്തിൽ ആരോഗ്യം ക്ഷയിച്ച് അസുഖം ബാധിച്ച് ശയ്യാവലംബിയായി കിടക്കുമ്പോൾ അത്യാവശ്യം മരുന്ന് വാങ്ങാനെങ്കിലും ഉപകരിക്കുന്ന ഒരു ചെറിയ തുക മാസം തോറും പെൻഷനായി കൊടുക്കണം എന്ന് നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചു. ചിലർ നെറ്റിയൊളിച്ചു, ചിലരല്ല. കോൺഗ്രസിനായിരുന്നു ഏറ്റവും വലിയ അസ്വസ്ഥത. കർഷക തൊഴിലാളിക്ക് പെൻഷനോ? പരിഹസിച്ചു. എങ്ങോട്ടാണ് ഈ ഗവൺമെന്റ് പോകുന്നത്? കോൺഗ്രസ് ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചു. പെൻഷൻ കൊടുത്താൽ അവർ കള്ളു കുടിക്കും. അതായിരുന്നു സിദ്ധാന്തം. ആരെങ്കിലും ചിലർ ചിലപ്പോൾ കുടിച്ചിട്ടുണ്ടാവും. അത് പെൻഷൻ കൊടുത്തിട്ടില്ലെങ്കിലും അതിനുള്ള വക കണ്ടെത്തും. അതൊരു മനഃശാസ്ത്രമാണ്. പക്ഷേ കർഷക തൊഴിലാളികളോട് തൻ്റെ ആരോഗ്യം മുഴുവൻ നാടിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു ജനതയോട് നന്ദി കാണിക്കേണ്ടതുണ്ട് എന്ന് നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചു. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ കേരളത്തിന്റെ മണ്ണിൽ കർഷക തൊഴിലാളി പെൻഷൻ നമ്മൾ ആരംഭിച്ചു. ഇപ്പോൾ അത് വളർന്നു വ്യാപിച്ചു. ക്ഷേമ പെൻഷൻ എന്ന സങ്കല്പം ഇന്ത്യയിൽ ഏറ്റവും ആരോഗ്യ സമ്പൂർണമായി നിൽക്കുന്നു നമ്മുടെ നാട്ടിൽ. കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, അഗതി പെൻഷൻ, അനാഥ പെൻഷൻ, അങ്ങനെ പോവുകയാണ് പെൻഷൻ. 60 ലക്ഷം മനുഷ്യർ കേരളത്തിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നു. 60 ലക്ഷം, 1600 രൂപ ഒരു മാസം. കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി നമ്മളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന, നീതീകരിക്കാനാവാത്ത പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ചിലപ്പോൾ ചില മാസങ്ങളിലൊക്കെ കുടിശ്ശിക വരും. ഒരു മാസം മുടങ്ങി, അടുത്ത മാസം കൊടുത്തു, അങ്ങനെയൊക്കെ വരും. പക്ഷേ 1600 രൂപ പ്രതിമാസ പെൻഷനാണ്. ഒരു വീട്ടിൽ ഒരു അമ്മൂമ്മ, ഒരു അപ്പൂപ്പൻ, 2 പേരേ ഉള്ളൂ എന്ന് കരുതുക. ഈ 2 പേർക്ക് വാർദ്ധക്യകാല പെൻഷൻ കിട്ടിയാൽ 3200 രൂപ ഒരു മാസം കിട്ടും. അതൊരു മഹാസംഖ്യയാണെന്നല്ല, പക്ഷെ അരി വാങ്ങിക്കാം, പട്ടിണി കിടക്കണ്ട. അതാണ് കേരളത്തിന്റെ ഉറപ്പ്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും 1600 രൂപ ഇങ്ങനെ ക്ഷേമ പെൻഷൻ ഇല്ല. ചില സംസ്ഥാനങ്ങളിൽ പെൻഷനേ ഇല്ല. ഇനി ഉള്ളിടത്ത് 200 രൂപയാണ്. അതൊരു 20,000 പേർക്കൊക്കെ ആകെ. ഇതാണ് സ്ഥിതി. കേരളത്തിൽ ആ സ്ഥാനത്താണ് 60 ലക്ഷം പേർക്ക് 1600 രൂപ പെൻഷൻ. ഇങ്ങനെ ക്ഷേമ പെൻഷൻ സങ്കല്പം ആവിഷ്കരിച്ചത് 87-ലെ ഗവൺമെന്റ് സമ്പൂർണ്ണ സാക്ഷരത. ലോകത്തിൽ സാക്ഷരതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ കേരളം. അമേരിക്കൻ ജനസംഖ്യയിൽ 19% പേർക്ക് എഴുത്തും വായനയും അറിഞ്ഞുകൂടാ എന്നാണ് ഒരു കണക്ക്. അപ്പൊ അതിനേക്കാൾ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ലോകത്തിന്റെ നെറുകയിൽ ഈ നേട്ടങ്ങളുമായി നമ്മൾ നിൽക്കുന്നു. അധികാര വികേന്ദ്രീകരണത്തിന്റെ ചരിത്രത്തിൽ മഹത്തായ നാഴികക്കല്ലായി ജനകീയ ആസൂത്രണം മാറി. ഗ്രാമീണ മേഖലകളിൽ, ഗ്രാമപഞ്ചായത്തുകളിൽ ചെമ്പൻ പാതകൾക്ക് കറുത്ത നിറം കൈവന്നത് ആ ഗവൺമെന്റിന്റെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ടല്ലേ? 96-2001 ഗവൺമെന്റിന്റെ കാലത്ത് ജനകീയാസൂത്രണം വന്നതിന് ശേഷമാണ് പഞ്ചായത്ത് റോഡുകൾ ടാറിടാൻ ആരംഭിച്ചത്. അത് എളുപ്പത്തിൽ മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറഞ്ഞു വന്നേയുള്ളൂ. മറ്റൊട്ടേറെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായ മാറ്റം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടായത് ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൈവന്നതാണ്. ഇപ്പോഴും നവകേരളം എന്ന മഹാലക്ഷ്യവുമായി നമ്മുടെ ഗവൺമെന്റ് മുൻപോട്ട് പോവുകയാണ്. ആ കാര്യത്തെക്കുറിച്ചെല്ലാം നന്ദേട്ടൻ ഇവിടെയുണ്ട്, സംസാരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ആധുനിക കേരളത്തിന്റെ സൃഷ്ടാക്കളായ നാം മലയാളിയെ അവന്റെ ജീവിത നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് കൈപിടിച്ചാനയിച്ച നമ്മുടെ പാർട്ടി, നമ്മുടെ ഗവൺമെന്റ്. പക്ഷേ ആ പാർട്ടിയുടെ ജീവനെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് എല്ലാ പിന്തിരിപ്പൻ പ്രതിലോമ ശക്തികളും ഇപ്പോൾ കൈകോർത്ത് ഒരുമിക്കുന്നു. RSSും കോൺഗ്രസും തമ്മിൽ യോജിക്കുന്നു. അത് ചരിത്രത്തിൽ പണ്ടേ ഉള്ളതാണ്. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ തൃശ്ശൂരിലെ വോട്ട് കച്ചവടമാണ് ഒടുവിൽ വന്നു നിൽക്കുന്നത്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന പുകൾപെറ്റ പൊന്നാനിയോടൊക്കെ വളരെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് തൃശ്ശൂർ. ആ തൃശ്ശൂരിൽ ചരിത്രത്തിൽ ആദ്യമായി താമര അടയാളത്തിൽ ഒരാൾ പാർലമെന്റിലേക്ക് ജയിച്ചു. മതനിരപേക്ഷ കേരളം കുറ്റബോധത്തോടുകൂടി പരിശോധിക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷേ എല്ലാ മലയാളികളെയും അതിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതിന്റെ പേരിൽ വിമർശന യോഗ്യരായിട്ടുള്ളവർ ഒരേ ഒരു കൂട്ടരാണ്. ആ ശരിയായ ജനഹിതം അട്ടിമറിക്കപ്പെട്ടതിന്റെ പിന്നിലുള്ള അധാർമികമായ വോട്ട് കച്ചവടത്തിന്റെ പ്രയോക്താക്കൾ കോൺഗ്രസ് ആണ്. കോൺഗ്രസും RSSും തമ്മിലുള്ള കച്ചവടം 1,00,000 വോട്ട് വിൽക്കും എന്നാണ് ധാരണ. 1,00,000 കോൺഗ്രസിന്റെ സജീവാംഗങ്ങളുടെ വോട്ട് BJPക്ക് കൊടുക്കാം എന്നാണ് ധാരണ. മറ്റു ചില മണ്ഡലങ്ങളിൽ BJP തിരിച്ചു സഹായിക്കും എന്നാണ് ധാരണ. ഇതൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ അധാർമികമായ തിരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടിന്റെ തുടർച്ചയാണ്. ഞാൻ ആ ചരിത്രത്തിലേക്ക് വിശദമായി ഇപ്പോൾ പോകുന്നില്ല. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 86,000 വോട്ട് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് കണ്ടെത്തി. 2019 കൈപ്പത്തി അടയാളത്തിൽ കോൺഗ്രസിന് കിട്ടിയതിൽ
86,965 വോട്ട് ഇപ്പോൾ കാണാനില്ല. കൃത്യമായി ആ വോട്ട് അപ്പുറത്ത് കിട്ടി. നമുക്കോ ഒരൊറ്റ വോട്ട് കുറഞ്ഞില്ല. 16,000 വോട്ട് നമ്മൾ കൂടുതൽ സമാഹരിച്ചു. പക്ഷെ അത് ഉപകാരപ്പെട്ടില്ല. കാരണം 87,000-ഓളം വോട്ട് കോൺഗ്രസ് BJPക്ക് കൊടുത്തപ്പോൾ 73,000-ൽ പരം വോട്ടിന് BJP ജയിച്ചു. ചരിത്രത്തിലാദ്യമായി തൃശൂരിന്റെ മണ്ണിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തായി. മിക്കപ്പോഴും ജയിക്കുകയും അപൂർവം ചില ഘട്ടങ്ങളിൽ തോൽക്കുമ്പോൾ 2-ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി അവിടെ 3-ാം സ്ഥാനത്തേക്ക് പോയി. അതിന്റെ ബാക്കി പത്രമാണ് പാലക്കാട് ഇപ്പോൾ നമ്മൾ കണ്ടത്. കോൺഗ്രസും RSSുമായിട്ടുണ്ടാക്കുന്ന ഈ അധാർമികമായ തിരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ അത് വളരെ ശക്തമായി സജീവമായി ഇപ്പോഴും തുടരുന്നു. നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ ഭാവിയെ ആശങ്കപ്പെടുത്തുന്നതാണ്. എന്നാൽ അതോടൊപ്പം മറുഭാഗത്ത് കടുത്ത ഇസ്ലാമിക വർഗീയതയുമായും സഖ്യം ചേരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും RSSന്റെ ഒരു മറുപതിപ്പാണ്. RSSനോളം അംഗബലം ഇന്ത്യയിൽ ഇല്ല എന്ന ഒറ്റ കാരണം കൊണ്ട്, രാജ്യഭരണത്തിന്റെ അടുത്തെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കാരണം കൊണ്ട് RSSനോളം അപകടം വിതയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ വിഭാഗം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി മാറി. അതാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്ന കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രവണത. മുൻപ് മുസ്ലിം ലീഗ് ഇങ്ങനെ ആയിരുന്നില്ല. മുസ്ലിം ലീഗിനെ മുൻപും രാഷ്ട്രീയ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിമർശിക്കാറുണ്ട്, എതിർക്കാറുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ചെറിയൊരു അകലത്തിൽ നിർത്താൻ മുസ്ലിം ലീഗ് ജാഗ്രത കാണിച്ചിരുന്നു. മുസ്ലിം ലീഗിലെ ചിലർ ഈ വിഭാഗങ്ങളുമായി ബന്ധം സ്ഥാപിക്കുമ്പോഴും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുമായും പോപ്പുലർ ഫ്രണ്ടുമായും ഒരു ചെറിയ അകലം സൂക്ഷിച്ചിരുന്നു. ഇപ്പോഴത് മാറി. മുസ്ലിം ലീഗിന്റെ നയം തീരുമാനിക്കുന്നവരായി ജമാഅത്തെ ഇസ്ലാമി മാറി. പോപ്പുലർ ഫ്രണ്ട് കൂടി പങ്കാളിത്തം വഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറയാണ് മുസ്ലിം ലീഗിന്റെ നയം തീരുമാനിക്കുന്നത് എന്ന് വന്നു. പഴയ തങ്ങൾമാരുടെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഹൈദരലി ശിഹാബ് തങ്ങളും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമുള്ള ലീഗിന്റെ പ്രസിഡന്റുമാരായിരിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം വന്ന മാറ്റമാണിത്. സത്യത്തിൽ ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ ഒരു കാഴ്ച പ്രസിഡന്റാണ്. കാര്യമായ പ്രവർത്തനമൊന്നുമില്ല. പ്രവർത്തനം ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊള്ളൂ. പേരിന്റെ ഒരു പ്രസിഡന്റ്. ആ നിലയിലേക്ക് ലീഗ് മാറി. അതുകൊണ്ട് തന്നെ ലീഗിന്റെ നയം തീരുമാനിക്കുന്നു, മുദ്രാവാക്യം തീരുമാനിക്കുന്നതെല്ലാം ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും. അത് ലീഗ് വഴി UDFന്റെ തന്നെ മുദ്രാവാക്യങ്ങൾ രൂപപ്പെടുത്തുന്നതിലേക്ക് എത്തി. അതാണ് കേരളം ഇന്ന് നേരിടുന്ന വർഗീയ വിപത്തിന്റെ വിചിത്രമായ ഒരു മുഖം. കോൺഗ്രസിന്റെ ഒരു കൈ RSSന്റെ തോളിലാണ്, മറുകൈ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും തോളിലാണ്. സകലവിധ വർഗീയവാദികളെയും ഒരുമിച്ച് നിർത്തുന്നു. എന്തിന്? നമുക്കെതിരെ കേരളത്തിന്റെ ഭരണം പിടിക്കാൻ, ഇടതുപക്ഷത്തെ തകർക്കാൻ, CPIMനെ ദുർബലപ്പെടുത്താൻ, അതുവഴി അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണം പിടിക്കാൻ ഏത് അധാർമിക ഹീനമാർഗവും സ്വീകരിക്കാമെന്ന മാനസികാവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി. അതിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിന്റെ സ്വാസ്ഥ്യം കെടുത്തും, നമ്മുടെ മതനിരപേക്ഷ അടിത്തറ ദുർബലപ്പെടുത്തും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയമൊന്നും ഉൾക്കൊള്ളാനേ കഴിഞ്ഞിട്ടില്ല. കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഇതിനു മുൻപുണ്ടായിട്ടില്ല. എങ്ങനെയൊരു സാഹചര്യം? 10 കൊല്ലമായി കേന്ദ്രത്തിൽ അധികാരമില്ല, 8-9 കൊല്ലമായി കേരളത്തിൽ അധികാരമില്ല. കേരളത്തിലും കേന്ദ്രത്തിലും ഇത്രയും കാലം അധികാരമില്ലാതെ ഇരുന്ന ഒരു അനുഭവം നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന് ഉണ്ടായിട്ടേയില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തമായ ഒരു മാനസികാവസ്ഥയിലെത്തി നിൽക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്നാണ് ഇവർ കരുതിയിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 വർഷത്തെ ഇടതുപക്ഷ ഭരണം പൂർത്തിയാക്കിയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാൽ മുന്നണി മാറി അധികാരത്തിൽ വരേണ്ടതാണ്. വോട്ടെണ്ണുന്നതിന്റെ തലേന്നാൾ കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ ബ്രേക്ക് ചെയ്തൊരു വാർത്തയുണ്ടെന്ന്. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു. ആ വാർത്ത അതിന്റെ ഓൺലൈൻ എഡിഷനിലാണ് എനിക്ക് വായിക്കാൻ സാധിച്ചത്. വാർത്തയുടെ തലക്കെട്ടിൽ പരാമർശിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം പരിഹരിച്ചു എന്നാണ്. അപ്പൊ അതൊരു കൗതുകമാണ്. കാരണം വോട്ടെണ്ണുന്നത് അടുത്ത ദിവസമാണ്. അപ്പൊ എന്താണ് വാർത്തയിൽ പറയുന്നതെന്ന് അറിയുന്നതിനായി തുടർന്ന് വായിച്ചു. അപ്പോ ആ വാർത്ത വിശദീകരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ പരിഹരിച്ചു. മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ ധാരണയായി. ആദ്യത്തെ 2.5 കൊല്ലം ഉമ്മൻചാണ്ടിയും തുടർന്നുള്ള 2.5 കൊല്ലം രമേശ് ചെന്നിത്തലയും കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരാവാൻ ധാരണ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വോട്ടെണ്ണാൻ പോകുന്നേ ഉള്ളൂ പിറ്റേ ദിവസം. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു.
അപ്പോൾ അത്ര ഉറച്ച് വിശ്വസിച്ചിരുന്നു കേരളത്തിൽ അധികാരത്തിൽ വരും. അതിന്റെ കാരണം എന്താണ്? ഒരു കാരണമാണ് ഞാൻ സൂചിപ്പിച്ചത്. കേരളത്തിന്റെ സമീപ ഭൂതകാല ചരിത്രാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അങ്ങനെ വിശ്വസിക്കാം. കാരണം 5 കൊല്ലം കൂടുമ്പോൾ മുന്നണികളെ മാറി മാറി അധികാരത്തിലേറ്റുന്ന ഒരു നാടാണ് കേരളം. 5 കൊല്ലം കോൺഗ്രസ് എങ്കിൽ 5 കൊല്ലം LDF, തിരിച്ചും ഇങ്ങനെ വരും. അതാണ് കേരളത്തിന്റെ ഒരു പൊതുശീലം. 2, ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ 6 മാസം അങ്ങേയറ്റം നികൃഷ്ടമായ വിവാദ കോലാഹലങ്ങൾ കൊണ്ട് കേരളത്തെ മലീമസമാക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷവും മാധ്യമങ്ങളും എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളും കൈകോർത്തു. 6 മാസം വിവാദം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. എല്ലാ ദിവസവും ടെലിവിഷൻ ചാനലുകളിലെ ചർച്ച സ്വർണ്ണക്കള്ളക്കടത്തായിരുന്നില്ലേ? സ്വർണം കടത്തിയവനും ഏറ്റുവാങ്ങിയവനും അയച്ചവനും അതിന്റെ പേരിൽ പോലീസ് പിടിച്ചവനും ജയിലിൽ അടച്ചവനും ഒന്നും ഒരു കുറ്റവുമില്ല. കുറ്റം മുഴുവൻ കേരളത്തിലെ ഗവൺമെന്റിന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്. ഈ നിലയിലായിരുന്നു ചർച്ചകളുടെ രീതി. ഏതെല്ലാം വിചിത്രമായ വങ്കത്തങ്ങൾ അന്ന് ടെലിവിഷൻ ചാനലുകളിലൂടെ ദിനപത്രങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ടു. ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞില്ലേ? ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് ആരോപിച്ചില്ലേ? ബിരിയാണി ചെമ്പിന് അകത്ത് സ്വർണം കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ? ഷാർജ ഷെയ്ഖിന് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത അറുവഷളൻ വങ്കത്തരങ്ങൾ വാർത്ത എന്ന വിധത്തിൽ അവതരിപ്പിച്ചില്ലേ? നിരന്തരം ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളുടെ കോലാഹലം സംഘടിപ്പിച്ചപ്പോ കോൺഗ്രസ് കരുതി കുറെ ആളുകളെ ഇതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും. നിരന്തരം ഇത് കേട്ട് 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 ചെറിയൊരു ശതമാനമെങ്കിലും ഈ പ്രചരണത്തിന്റെ കുഴിയിൽ വീണുപോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ കൂടി വരുമ്പോ ഉറപ്പായും ജയിക്കും എന്നാണ് കണക്ക് കൂട്ടിയത്. പക്ഷെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴോ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടു. കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം ഇടതുപക്ഷം നേടി. 91 ഉണ്ടായിരുന്നത് 99 നിയമസഭാംഗങ്ങളുടെ എണ്ണം. വോട്ടും സീറ്റും ഭൂരിപക്ഷവും കൂടി. ഇങ്ങനെ ഒരു അനുഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ആദ്യമായി ഇടതുപക്ഷത്തിന്റെ തുടർഭരണം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കേരളം കടന്നു വന്നു. അതെങ്ങനെ സംഭവിച്ചു? ഈ പ്രചണ്ഡമായ ഇടതുപക്ഷ വിരുദ്ധ പ്രചരണ കൊടുങ്കാറ്റിന്റെ മുന്നിലും പർവ്വത സമാനമായ കരുത്തോടെ മലയാളി അചഞ്ചലമായ ഇടതുപക്ഷ കൂറ് പ്രകടിപ്പിച്ചത് എന്തുകൊണ്ടാണ്? സ്വന്തം അനുഭവങ്ങൾ പകർന്നു നൽകിയ ബോധ്യമാണ്. അതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ ജനകീയമായ മുന്നേറ്റങ്ങളുടെ സാക്ഷ്യപത്രങ്ങൾ ഓരോ ഗ്രാമത്തിലും അനുഭവവേദ്യമായിരുന്നു. ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ നോക്കിയാൽ കാണുന്നതായിരുന്നു, ജീവിതത്തിൽ അനുഭവപ്പെടുന്നതായിരുന്നു. ഞാനതെല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല. പുതിയൊരു കേരളം എന്നതൊരു മുദ്രാവാക്യം മാത്രമല്ലെന്നും അത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും നല്ല ബോധ്യം ജനങ്ങൾക്കുണ്ടായി. നമ്മുടെ പള്ളിക്കൂടങ്ങൾ, ക്ലാസ് മുറികളെല്ലാം സ്മാർട്ട് ക്ലാസ് മുറികളായി മാറി. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ പഠിക്കുന്നു. പുതിയ ആധുനിക കെട്ടിടങ്ങൾ, ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികളിൽ പോലും ഡയാലിസിസ് സെന്ററുകൾ, ആവശ്യത്തിന് മരുന്ന്, ഡോക്ടർമാർ, പ്രൈമറി ഹെൽത്ത് സെന്റർ ഫാമിലി ഹെൽത്ത് സെന്ററായി മാറുന്നു. ഡോക്ടർമാരുടെ എണ്ണം കൂടുന്നു. പകൽ മുഴുവൻ OP. കേരളത്തിൽ എന്തെന്ത് മാറ്റങ്ങളാണ് വന്നത്? ക്ഷേമ പെൻഷനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. പവർ കട്ടില്ലാത്ത നാടായി കേരളത്തെ മാറ്റി. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ആദ്യം അരമണിക്കൂർ പവർ കട്ടാണ്. ഇവിടെ മുന്നിൽ മുഴുവൻ സ്ത്രീകളാണ് ഇരിക്കുന്നത്. അരമണിക്കൂർ പവർ കട്ടെന്ന് പറഞ്ഞാൽ ഒരു സീരിയൽ പോയി ഇല്ലേ? പോയില്ലേ? ഏത്തൊക്കെ സീരിയൽ ഇടയ്ക്ക് മുറിഞ്ഞു പോയി. അത് ആലോചിച്ച് എത്ര ടെൻഷൻ അടിച്ചു, എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ച്. സ്ത്രീകളെന്ന് പറയാൻ പാടില്ല, പുരുഷന്മാരും തുല്യ പങ്കാളികളാണ് സീരിയൽ. പിന്നെയുണ്ട് 1 മണിക്കൂറായി പവർ കട്ട്. അപ്പോ 2 സീരിയൽ പോയി. പിന്നെ അപ്രഖ്യാപിത പവർ കട്ട്. കറണ്ട് പോയാൽ എപ്പോ വരും എന്ന് പറയാൻ പറ്റില്ല. പോയാ പോയി. ഇതായിരുന്നു കേരളം. ചിലർക്കൊന്നും ആ കാലം ഓർമ്മയില്ല, പെട്ടെന്ന് മറന്നുപോയിരിക്കുന്നു. ഇരുളിലാണ്ട് പോകുന്ന ഒരു നാടായിരുന്നു കേരളം. ഇപ്പോഴോ പവർ കട്ടുണ്ടോ? ലോഡ് ഷെഡിംഗ് ഉണ്ടോ? വ്യവസായങ്ങൾക്ക് 100% പവർ കട്ടായിരുന്നു കൊണ്ട് ആ കേരളത്തെ വെളിച്ചത്തിലേക്ക് നയിച്ചു. കൊച്ചിയുടെ മൺ പവർ ഹൈവേ അപ്രായോഗികമെന്ന് ഉമ്മൻചാണ്ടി വിധി എഴുതിയ ഫയൽ പൊടിതട്ടിയെടുത്തു. അസാധ്യമെന്ന് കരുതിയത് ഇച്ഛാശക്തി കൊണ്ട് സാധ്യമാക്കി. കൂടംകുളത്ത് നിന്ന് വൈദ്യുതി എത്തുന്നു. ഒട്ടേറെ ജലവൈദ്യുത പദ്ധതികൾ പുതുതായി ആരംഭിച്ചു. നമ്മളിപ്പോ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത ഒരു നാടായി നിൽക്കുന്നു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലോ മണിക്കൂറുകൾ കണക്കിനാണ് പവർ കട്ട്, ലോഡ് ഷെഡിങ്. അതാണ് കേരളത്തിന്റെ മാറ്റം. അസാധ്യമെന്ന് കരുതിയ എത്രയോ പദ്ധതികൾ. ദേശീയപാത വികസനം ഇപ്പൊ നടക്കല്ലേ പൊന്നാനിയിലൂടെ? ആ ഫയൽ അടച്ചതല്ലേ ഉമ്മൻചാണ്ടി? കേരളത്തിൽ ദേശീയപാത വികസനം പ്രായോഗികമല്ല എന്ന് തീർപ്പ് കൽപ്പിച്ചതല്ലേ? അങ്ങനെ തീർപ്പ് കൽപ്പിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ദേശീയപാത വികസനത്തിന് വേണ്ടി തുറന്ന ഓഫീസ് അടച്ചുപൂട്ടി. ഉദ്യോഗസ്ഥന്മാർ മടങ്ങി. അപ്പോഴാണ് ഗവൺമെന്റ് മാറിയത്. നമ്മുടെ ഗവൺമെന്റ് ഒരു വെല്ലുവിളിയാതെ അത് ഏറ്റെടുത്തു. മുഖ്യമന്ത്രി നേരിട്ട് നിരന്തരം ഡൽഹിയിൽ പോയി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയുമായി
സമ്മർദ്ദം ചെലുത്തി വാശി പിടിച്ച് സമരം ചെയ്ത് കേരളത്തിന്റെ അവകാശം നേടിയെടുത്തു. അടുത്ത വർഷം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കേരളത്തിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ 2 സർവീസ് റോഡുകൾ കൂടി ചേരുമ്പോൾ 8 വരി പാത. കേരളത്തിന്റെ യാത്രാ സങ്കല്പങ്ങളിൽ വിപ്ലവകരമായ കുതിച്ചുചാട്ടമുണ്ടാകുന്ന മഹത്തായ മാറ്റം. മലയോര പാത, തീരദേശ പാത, ഇതെല്ലാം പുരോഗമിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിൽ ഇപ്പോ 10,000 വരുന്ന യാത്രക്കാരുമായി സർവീസ് തുടർന്നുകൊണ്ടേയിരിക്കുക. വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ഗെയിൽ പൈപ്പ് ലൈൻ, വിഴിഞ്ഞം പോർട്ട് കേരളത്തെ ലോകത്തിന്റെ മുൻപിൽ അടയാളപ്പെടുത്തുന്ന പദ്ധതികളാണ്. കെ ഫോൺ പൂർണ്ണമായിട്ടില്ല, പക്ഷേ കേരളത്തിൽ 20 ലക്ഷം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ടാണ് കൊടുക്കുക. അത് കൊടുത്തു വരികയാണ്. അത് പൂർത്തിയാവാൻ കുറച്ച് സമയം കൂടി എടുക്കും. ഇങ്ങനെ കേരളം മാറുകയാണ്. ഇത്തരത്തിലുള്ള വൻതോതിലുള്ള മാറ്റം, ഒപ്പം തലചായ്ക്കാൻ ഒരിടമില്ലാത്ത, വീടില്ലാത്ത പട്ടിണിപ്പാവങ്ങളായ സാധാരണക്കാർ. അതിനാണ് ലൈഫ് പദ്ധതി. 5 ലക്ഷം വീട് 2-3 മാസം കൂടി കഴിയുമ്പോഴേക്ക് 5 ലക്ഷം തികയും. നമ്മുടെ ഗവൺമെന്റ് ഇതിനോടകം നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ എണ്ണം ഒരു സർവ്വലോക റെക്കോർഡാണ്. അപ്പോ ഏറ്റവും സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നേരിട്ടവന് സഹായിക്കുന്ന, പിന്തുണയ്ക്കുന്ന, ആനുകൂല്യം നൽകുന്ന പദ്ധതി മുതൽ ലോകത്തിന്റെ മുന്നിൽ കേരളത്തിന് പുതിയ മുഖം നൽകുന്ന വൻകിട പ്രൊജക്ടുകൾ വരെ കേരളത്തിൽ വിസ്മയം തീർത്തുകൊണ്ട് മുൻപോട്ട് പോകുന്നു. അതാണ് നമ്മുടെ ഗവൺമെന്റിന് ജനങ്ങളുടെ ഇടയിലുള്ള അംഗീകാരം കൂടുതൽ ദൃഢപ്പെടുത്തിയത്. ഒപ്പം അപ്രതീക്ഷിതമായ നിമിഷങ്ങളിൽ സംഭവിക്കുന്ന വൻ ദുരന്തങ്ങൾ, അത് മലയിടിച്ചിലായാലും, നൂറ്റാണ്ടിലെ പ്രളയമായാലും, ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ കോവിഡായാലും, നിപ്പയായാലും, ഓഖിയായാലും, ഏതു രൂപത്തിൽ ദുരന്തങ്ങൾ നമ്മളെ വേട്ടയാടിയാലും ലോകത്തിൽ മറ്റൊരിടത്തും കാണാത്ത വിധം അചഞ്ചലമായ, അനിതര സാധാരണമായ കരുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ആ ദുരന്തങ്ങളെ നേരിടാൻ കേരളം കാണിക്കുന്ന ഇച്ഛാശക്തി, ക്രൈസിസ് മാനേജ്മെന്റിന്, പ്രതിസന്ധികൾ പരിഹരിക്കാൻ, എല്ലാ മനുഷ്യരെയും സന്നദ്ധ പ്രവർത്തകരാക്കി മാറ്റി വിന്യസിപ്പിക്കാൻ സർക്കാർ സംവിധാനങ്ങളെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് എങ്ങനെ ദുരന്തത്തിന്റെ മുന്നിൽ അതിജീവനത്തിന്റെ പ്രതീകമായി ഒരു സർക്കാരിന് മാറാനാവും എന്ന് ലോകത്തെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. പല വിദേശ യൂണിവേഴ്സിറ്റികളിലും, മുതലാളിത്ത രാജ്യങ്ങളിലെ പല യൂണിവേഴ്സിറ്റികളിലും വിദ്യാർത്ഥികൾ ഇപ്പോൾ ഗവേഷണം ചെയ്യുന്ന ഒരു വിഷയം കേരളത്തിലെ ക്രൈസിസ് മാനേജ്മെന്റ് ആണ്. കേരളം എന്ന ഈ ഭൂപ്രദേശം, കേരള മോഡലിന്റെ പേരിൽ പണ്ടേ നാം സവിശേഷ ശ്രദ്ധയ്ക്ക് പാത്രമായിട്ടുണ്ട്. ഇപ്പോ കേരളത്തിന്റെ ക്രൈസിസ് മാനേജ്മെന്റ് തന്ത്രങ്ങളെ സംബന്ധിച്ച് വിദേശ സർവകലാശാലകളിൽ ഗവേഷണം നടക്കുകയാണ്. ഈ നിലയിൽ കേരളത്തെ നയിക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നതാണ് പ്രത്യേകത. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് പതാകകളുടെ നിറഭേദങ്ങൾക്കുപരിയായി കേരളത്തിൽ ജനങ്ങളുടെ ഇടയിൽ ദൃഢമായി വരുന്ന ഒരു അഭിപ്രായമുണ്ട്. അത് എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെക്കുറിച്ച് വിമർശനം ഉണ്ടാവും. അതിലൊരു അലോസരവും നമുക്കില്ലല്ലോ. നമ്മളെ വിമർശിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സമ്മേളനങ്ങളിലൊക്കെ നമ്മൾ സ്വയം വിമർശനം നടത്തും. അതിനാണ് ഈ സമ്മേളനങ്ങളൊക്കെ പ്രധാനമായും. ജനങ്ങൾ നമ്മളെ വിമർശിച്ചാൽ നമുക്ക് അവരോട് വല്ല വിപ്രതിപത്തി ഉണ്ടോ? ഇല്ല. പാർട്ടിയെ ശരിയായ ദിശയിൽ മുന്നോട്ട് നയിക്കാൻ വിമർശനങ്ങൾ സഹായിക്കും. അപ്പോ ജനങ്ങളുടെ എല്ലാ വിമർശനങ്ങളെയും മാനിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ എന്ത് വിമർശനം ഉണ്ടായാലും കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന അഭിപ്രായം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ദൃഢമായി വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് പഴയ UDF ഭരണമായിരുന്നു പ്രളയമുണ്ടായ സമയത്തെങ്കിലോ, പഴയ UDF ഗവൺമെന്റ് ആയിരുന്നു മലയിടിച്ചിലിന്റെ സമയത്തെങ്കിലോ, പഴയ UDF ഗവൺമെന്റ് ആയിരുന്നു കോവിഡ് വന്നപ്പോഴെങ്കിലോ ആളുകൾ ആലോചിക്കുന്നുണ്ട്. തമ്മിൽ തല്ലും, ചേരിപ്പോരും, തൊഴുത്തിൽ കുത്തും, കാലുവാരലും, അഴിമതിയും അട്ടിമറിയും തട്ടിപ്പുമായി നടക്കുന്ന ഒരു കൊള്ള സംഘത്തിന്റെ കയ്യിലാണ് കേരളത്തിന്റെ ഭരണമെങ്കിൽ ഈ നാട് തകർന്ന് ചിഹ്ന ഭിന്നമായി പോകുമായിരുന്നില്ലേ? അവിടെയാണ് പിണറായി സർക്കാരിന്റെ പ്രത്യേകത. യോദ്ധാക്കളെ പോലെ പ്രവർത്തിക്കുന്ന മന്ത്രിമാർ, ഭരണയന്ത്രം, ആജ്ഞാശക്തിയുള്ള മുഖ്യമന്ത്രി, അസാധ്യമായതിനെ സാധ്യമാക്കുന്ന രാഷ്ട്രീയ തന്ത്രം. ആ ഇച്ഛാശക്തിയുടെ മുൻപിലാണ് കേരളം ധീരമായി മുൻപോട്ട് പോകുന്നത്. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ആയുസ്സറുതിക്ക് മുൻപ് VD സതീശനും കൂട്ടർക്കും ഇനി കേരള നിയമസഭാ മന്ദിരത്തിന്റെ അകത്തളങ്ങളിലേക്ക് മന്ത്രിപദത്തിന്റെ അകമ്പടിയോടെ കടന്നു വരാനാവില്ല എന്ന തിരിച്ചറിവാണ് ഇപ്പോ ലീഗിനെയും ജമാഅത്തിനെയും RSSനെയും പഴയ പോപ്പുലർ ഫ്രണ്ടിനെയും എല്ലാം കൂട്ടിച്ചേർത്ത് ഇടതുപക്ഷത്തിനെതിരെയാണെങ്കിൽ, ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയാണെങ്കിൽ, CPIM-നെതിരെയാണെങ്കിൽ, തെരുവിലൂടെ പോകുന്ന ഒരു പട്ടിയാണെങ്കിൽ ആ പട്ടിയെയും ഒപ്പം കൂട്ടാം എന്ന മാനസികാവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി. ഞാൻ ആരെയും പട്ടിയെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ആലങ്കാരിയായി പറഞ്ഞാണ്. അങ്ങനെ വരുന്നു പോയാൽ അതിനെയും ഒപ്പം കൂട്ടാം എന്ന മാനസികാവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി. അതിനെ പ്രതിരോധിക്കാൻ
കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ, തൊഴിലാളികൾ, പാവപ്പെട്ടവർ, ഇടത്തരക്കാർ, പട്ടികജാതി പട്ടികവർഗക്കാർ, ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ, യുവജനങ്ങൾ, സ്ത്രീകൾ, എല്ലാ വിഭാഗം മനുഷ്യരുടെയും പിന്തുണയോടെ കേരളത്തെ ശിഥിലമാകെ ആക്കാൻ വെമ്പി നിൽക്കുന്ന ഈ വലതുപക്ഷ സകലവിധ വർഗീയ കൂട്ടുകെട്ടിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അതിന് ഞങ്ങൾ സജ്ജരാണ് എന്ന സമരപ്രഖ്യാപനം കൂടിയാണ് ഈ പൊതുസമ്മേളനത്തിൽ അണിനിരക്കാൻ അണമുറിയാത്ത നദീജല പ്രവാഹം എന്ന പോലെ ഒഴുകിയെത്തിയ ഈ മഹാജനാവലി അതിന്റെ സാക്ഷ്യപത്രമാണ്. ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങളാണ് ഈ മഹാപ്രസ്ഥാനത്തിന്റെ കരുത്ത്. ഏതെങ്കിലും അസാധാരണമായ ശേഷിയുള്ള ഒരു നേതാവിലല്ല CPIM വിശ്വാസം അർപ്പിക്കുന്നത്. പിന്നെയോ സ്വന്തം ജീവനേക്കാൾ വലുതായി കരുതിയ ഈ ചെങ്കൊടിയുടെ മുന്നിൽ സ്വന്തമെന്ന വാക്കുമറ അണിനിരന്നിരിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ നിസ്വരായ ജനലക്ഷങ്ങൾ, അവരാണ് ഈ മഹാപ്രസ്ഥാനത്തിന്റെ കരുത്ത്. എന്ന് പറഞ്ഞാൽ പൊന്നാനിയിലെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങളാണ് ഈ പാർട്ടിക്ക് വഴികാട്ടുന്നത്, ഈ പാർട്ടിയെ കരുത്തോടെ മുൻപോട്ട് നയിക്കുന്നത്. നിങ്ങൾ നിയോഗിച്ച ചിലർ ഇവിടെ കമ്മിറ്റിയുടെ ഭാഗമായി വരുന്നു എന്നേയുള്ളൂ. നിങ്ങളാണ് ഈ പാർട്ടിയുടെ അടിത്തറയും കരുത്തും. നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ, ഒറ്റ നക്ഷത്രം പോലും അവിടെ ഇല്ല. അതെന്തുകൊണ്ടാണ്? ഇന്ന് ഇവിടുത്തെ നക്ഷത്രങ്ങളെല്ലാം ഈ സദസ്സിൽ കസേരകളിൽ ഇരിക്കുന്നു. നിങ്ങളാണ് ഈ മഹാപ്രസ്ഥാനത്തിന് വെളിച്ചം പകരുന്ന നക്ഷത്രങ്ങൾ. ജനങ്ങളിൽ നിന്ന് ഊർജവും വെളിച്ചവും സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനം മുൻപോട്ട് പോകുന്നത്. എല്ലാ വെല്ലുവിളികളെയും ചവിട്ടിയരച്ച് കളയുന്ന പുല്ലുപോലെ നമുക്ക് അവഗണിക്കാൻ കഴിയും ഈ മഹാജനസഞ്ചയത്തിന്റെ പിന്തുണയും പങ്കാളിത്തവും ഉണ്ടാവുമ്പോൾ. പൊന്നാനി മലപ്പുറം ജില്ലയിലെ പാർട്ടിയുടെ ഏറ്റവും കരുത്തുറ്റ ഒരിടമാണ്. മറ്റു ചിലയിടമുണ്ട്, ഇവിടെയും ഒരിടമാണ്. ഇവിടുത്തെ പ്രസ്ഥാനത്തെ ഇനിയും കൂടുതൽ കരുത്തുള്ളതാക്കി നമുക്ക് മാറ്റാൻ, വളർത്തിയെടുക്കാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മോടൊപ്പം അണിനിരക്കേണ്ട ജനങ്ങൾ ഇനിയും ഇവിടെയുണ്ട്. എന്തൊക്കെയോ കാരണം കൊണ്ട് അവരിൽ ചിലർ നമ്മോടൊപ്പം ഇല്ല എന്നേ ഉള്ളൂ. ചിലപ്പോൾ പാരമ്പര്യം കൊണ്ടാവും. എൻ്റെ പിതാവ് കോൺഗ്രസ് ആയിരുന്നു, പിതാവിൻ്റെ പിതാവ് കോൺഗ്രസ് ആയിരുന്നു, അതുകൊണ്ട് ഞാനും അതിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നു എന്നൊക്കെ കരുതുന്നവരുണ്ടാവും. അവരോടൊന്നും നമുക്കൊരു വിപ്രതിപത്തിയുമില്ല. വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ച് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് നമുക്കൊരു വിരോധവുമില്ല. അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. അവരുടേതായ ചില കാരണങ്ങളാൽ അവരൊക്കെ ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നുവെന്നേ ഉള്ളൂ. പക്ഷേ അവരുടെ നേതൃത്വം സ്വീകരിക്കുന്ന വിപൽക്കരവും വഞ്ചനാപരവുമായ നിലപാടിനെതിരെ അവരെ ചിന്തിപ്പിക്കാനും അവരെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി അണിനിരത്താനുമുള്ള ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും നാടിന്റെ നാളെയെ കരുതി, ജനങ്ങളുടെ നന്മയെ കരുതി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അണിനിരത്താനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് പൊന്നാനി ഏരിയ സമ്മേളനം സമാപിക്കുന്നത്. ഏത് വലിയ ശക്തി കൊമ്പുകുലുക്കി വന്നാലും ഈ നാടിനെ വർഗീയ വിപത്തിൽ നിന്ന് രക്ഷിക്കാനും നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പുവരുത്താനും നമ്മുടെ പ്രസ്ഥാനം ഇവിടെ കരുത്തോടെ നിലനിൽക്കണം എന്നത് ഈ നാടിന്റെ പൊതുവികാരമാണ്. അതിന് അനുസൃതമായി ജനങ്ങളുടെ വിശ്വാസത്തിന് പോർലേൽക്കാതെ വരാനിരിക്കുന്ന നാളുകളിലും ഇടതുപക്ഷ പ്രസ്ഥാനം ഈ നാടിന്റെ നന്മയെ ലാക്കാക്കിക്കൊണ്ട് ഏറ്റെടുക്കുന്ന വിവിധ തരങ്ങളായ പ്രചരണ പ്രക്ഷോഭ പരിപാടികളിലെല്ലാം വർദ്ധിത വീര്യത്തോടെ അണിനിരക്കണം എന്ന എളിയ അഭ്യർത്ഥനയോടെ ഈ മഹാസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.